ഈ കേരളത്തെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറയുന്നത് ഞാനൊരു വെറുമൊരു മുഖവാക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു കേർട്ടസി രൂപത്തിൽ പറഞ്ഞതിൽ കൂടുതൽ ഞാൻ കാണുന്നില്ല. കാരണം ചന്ദ്രബാബു നായിഡു അവിടെ വെച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾ പല പൊളിറ്റിക്കൽ ഐഡിയോളജീസിൽ നിന്ന് വരുന്നവരാണ്, പക്ഷേ ഞങ്ങളിവിടെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും കൂടെ സിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടുതൽ ഞാൻ അതിനെ കാണുന്നില്ല. അതൊരു ജസ്റ്റ് ഒരു ബേസിക്കലി ഒരു PR സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഈ ഡാവോസ് മീറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ബെനിഫിറ്റ് വരുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാറിയ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു, മാറിയിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാം. കാരണം ഞാൻ 76-77 കാസർഗോഡ് HNDക്ക് അവരുടെ ഒരു ആൻസിലറി ആയിട്ട് കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തു. വളരെ ചെറുപ്പത്തിലാണ്, എനിക്ക് 24 വയസ്സേ ഉള്ളൂ. 50 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അന്ന് അവിടെ സെറ്റപ്പ് ചെയ്തത്. അന്ന് ഞാൻ കടന്നുപോയ ബുദ്ധിമുട്ടുകൾ അത് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്കിവിടെ കുറച്ച് ഡിജിറ്റലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഡിജിറ്റൽ മണി ട്രാൻസ്ഫർ പറ്റുന്നു, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ള ചെറിയ ചില്ലറ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റും പഴയതിൽ നിന്ന് മോശമായി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഡാവോസിൽ 47 കമ്പനീസുമായിട്ട് സംസാരിച്ചു എന്ന് മന്ത്രി പറഞ്ഞു, രാജീവ് പറഞ്ഞു. ആ കമ്പനീസ് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം ഈ ഇൻവെസ്റ്റേഴ്സ് ഒന്നും മണ്ടന്മാരല്ല. അവർ എല്ലാ മേഖലകളും കൂലങ്കക്ഷമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം പ്രൈം മിനിസ്റ്റർ മോദിജിയെ പുകഴ്ത്താൻ വേണ്ടി പറയുകയല്ല, ഞങ്ങളുടെ കമ്പനി ഒരു ഹൈവേ എക്സ്പ്രസ് വേ ഗുജറാത്തിൽ ചെയ്തിട്ട് ആ ഗുജറാത്തിൽ ആ എക്സ്പ്രസ് വേ ഓപ്പൺ ചെയ്തൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 14 പേരെ കൊണ്ട് പോയ ഒരു ഇന്നോവ അല്ല അന്ന് ക്വാളിസാണ്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പോയി ഇടിച്ച് 14 പേരും മരിച്ചു. അപ്പോൾ അതിന് എഗൻസ്റ്റായിട്ട് അവിടുത്തെ കുറച്ച് ആൾക്കാർ ടോൾ പ്ലാസ, അന്ന് ഞങ്ങൾ 2 കോടി രൂപ മുടക്കി ആണ് ആ ടോൾ പ്ലാസ, എൻ്റെ കമ്പനി ILFS പറയുന്ന കമ്പനി ചേരുന്നത്, അത് മുഴുവൻ അടിച്ച് തകർത്ത് വലിയ നഷ്ടം ഉണ്ടാക്കി. ഒരു 10 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഞങ്ങളുടെ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു. കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇതാരാണ് ഈ നിങ്ങളുടെ ടോൾ പ്ലാസ നശിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി, ആരാണെന്ന് പറയാതെ. പുള്ളി പറഞ്ഞു, എനിക്കറിയാം, ആരായാലും ഇരിക്കട്ടെ, ഇനി എന്തെങ്കിലും ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായാൽ എൻ്റെ പേഴ്സണൽ കാർഡ് നിങ്ങൾക്ക് തരുകയാണ്, അതിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊണ്ട് എന്നെ വിളിക്കാം. 1 രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അതിൽ 1 രൂപ 10 പൈസ തിരിച്ചു കൊണ്ടുപോകണം. ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് വരണം. അത് വരുന്ന കാലത്തെ ഈ ഡാവോസിൽ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.